ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് ജിയാസിനു? ഐസ്ക്രീം പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. കൂടുതൽ പറഞ്ഞു നിൽക്കണ്ട അല്ലേ? അപ്പൊ കിച്ചണിലോട്ടേക്ക് സ്വാഗതം. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ മാങ്ങ തേങ്ങ എല്ലാം എടുത്ത് വെക്കണം. ഗൈസ്, നമ്മൾ ഉണ്ടാക്കുന്ന മാംഗോ ഐസ്ക്രീം ആണ് കേട്ടോ. കുറച്ച് ഞങ്ങൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിൽക്കാം അല്ലെ? ഫ്രിഡ്ജിൽ ഞങ്ങൾ കുറച്ച് മാങ്ങ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്യുവർ മാങ്ങ കണ്ടോ ഇങ്ങനെയുണ്ട് ഞങ്ങള് പ്യുവർ മാങ്ങ. അപ്പൊ നമുക്ക് ഈ മാംഗോസ് ഒക്കെ കട്ട് ചെയ്യാ, പീൽ ചെയ്യാ. ഒരാൾ കട്ട് ചെയ്യാ, ഒരാൾ പീൽ ചെയ്യാ. ഞാൻ കട്ട് ചെയ്യാം. 2 പീലറുണ്ട്. അപ്പൊ രണ്ടാൾക്ക് പീൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനല് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ? യെസ്, സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് അപ്പൊ ഇതാ നമ്മുടെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ജാർ എടുക്കാം കേട്ടോ. ജ്യൂസ് ജാർ. മാങ്ങകളൊക്കെ എടുത്ത് അപ്പൊ നമ്മൾ ഇവിടുന്നാണ് നമ്മുടെ സ്പൂണ് എടുക്കുന്നത്. കൈ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? വളച്ചൊടിച്ച് പൊട്ടിക്കല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാംഗോസ് കട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ പ്യുവർ മാങ്ങ എടുത്തിട്ട് അതിന്റെ തോലി കളയാം. നമുക്ക് എല്ലാ മാങ്ങ കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ മാംഗോസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി നമുക്ക്. ഞങ്ങൾക്കൊരു കുഞ്ഞ് മുറിയായിട്ടുണ്ട് പിലർമെന്ന്. ഇപ്പൊ നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട പോലെ. കാരണം മഞ്ഞൾപ്പൊടി ചോരണ്ട് മിക്സ് ആയി കണ്ടോ ഗൈസ്? അപ്പൊ ഇനി നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞ് ഇനി മാംഗോസ് കട്ട് ചെയ്ത് ഒന്ന് ജനുവിന്റെ കയ്യിൽ ഒന്നും കൂടി ഉണ്ട് പീൽ ചെയ്യാൻ. പിന്നെ നമ്മളെ വേസ്റ്റ് ഇതാ മാംഗോയുടെ വേസ്റ്റ്. ജൻഹ, അസ്മിയ ആൻഡ് മീ. ഓക്കെ, ഇതാ നമുക്കിത് കട്ട് ചെയ്ത് കാണാം. എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ, കണ്ടു വളർന്നത് കുപ്പി, അത് കൊണ്ട് നടന്നത് എൻ്റെ അപ്പൻ. പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ബ്രോ, പഠിച്ചവനല്ല നന്നാവാനാണ്. സ്വന്തം വീട്ടിലെ മിക്സി കേടെന്ന പോലെ അറിയില്ല. മാംഗോസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലാബിന് മേലെ കയറിയിട്ടൊക്കെയാണ് നമ്മുടെ കട്ടിങ്. സ്വന്തം വീട്ടിലത്തെ മിക്സി ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും സ്വന്തം വീട്ടിലെ മിക്സി കേടെന്നറിയില്ല. പച്ചമാങ്ങ, പഴുത്തമാങ്ങ എല്ലാം വാങ്ങി കൂടി കട്ട് ചെയ്ത് നമ്മൾ ചെയ്താൽ ഐസ്ക്രീം ട്രേ എടുത്തിട്ട് നമുക്ക് ഇനി അടിച്ചെടുക്കാം അല്ലേ?
ഓക്കെ മേലെ കിട്ടോ മേലെ വീട് അടിച്ചിട്ടേ അപ്പൊ നമ്മളെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ഐസ്ക്രീം ട്രൈ ഉണ്ട്. നമ്മളെ ജെയിന് നമ്മൾ നന്നായി ഹെൽപ്പ് ചെയ്ത് കിച്ചണൊക്കെ നോക്ക് ഗൈസ് മിനിക്കിട്ട് കേട്ടോ. ഞാൻ ഐസ്ക്രീമിന് വേണ്ടി ജ്യൂസൊക്കെ റെഡിയാക്കി. അപ്പൊ ഇനി സ്വന്തം വീട്ടിലെ ജാറ് കേടെന്ന് അറിയാം. ഇത് കഴുകിട്ട് നമുക്ക് എന്താവും നോക്കാം. തിന്നാൻ പറ്റും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ വായിക്കൊന്നും കൊണ്ടിട്ടില്ല. നല്ല കൈസ് ആക്കിയിട്ടുള്ളൂ. ഞാൻ വെറുതെ ഞാൻ വായിക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ വായിക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി ഇത് കഴുകിയിട്ട് ഇതിൽ ഒഴിക്കാനത് നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഇത് കഴുകിട്ട് വരാട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇത് കഴുകിയിട്ടുണ്ട്. ട്രേ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രേക്കുള്ള റെഡി. അപ്പൊ ഗൈസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സക്സസ് ആവണേ. ഓരോന്നിലും ഞാൻ സക്സസ് ആയാൽ മതിയായിരുന്നേ. സക്സസ് ആയാൽ ഞങ്ങൾക്ക് ഭാഗ്യട്ടോ. ഫുള്ള് പുറത്തേക്കൊക്കെ പോയി. അത് കുഴപ്പമില്ല റെഡിയാക്കുക. ഞാൻ വിചാരിച്ച ജ്യൂസ് തികയില്ല എന്നൊക്കെ കേട്ടോ. തികഞ്ഞി കൊറേ മാങ്ങ ഉണ്ടായിരുന്നു. ഇന്റെ വിചാരം അങ്ങനെ ആയിരുന്നു. തികഞ്ഞ് ഇനിയും കൊറേ ഉണ്ടാവും. ഫുള്ള് ബാക്കിയായില്ലേ? എന്താ ചെയ്യാ? അത് ഇനി എന്താ ചെയ്യാ? ഇതിലും കുറച്ച് ഓവറായി. നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഉണ്ടാക്കി അതിൻ്റെ സക്സസ് ആവുകയാണ്. ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയണേ. എനിക്ക് തോന്നുന്നു മിക്കതും ആരും തിന്നില്ല എന്നാ. കാരണം മിക്കതും നല്ല പുളിയുണ്ട്. പാല് നമ്മൾ ആഡ് ചെയ്തില്ല. പാൽപ്പൊടിയാണ് നമ്മൾ പകരം ആഡ് ചെയ്തിട്ടുള്ളത്. പാലില്ലാത്തതുകൊണ്ട് നമ്മൾ പാൽപ്പൊടി ഇടേ. ഇത് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചില്ല. വേണ്ട, ഐസ്ക്രീം ഉണ്ടാക്കണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വന്നതാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഓരോന്ന് ജിയ ടേസ്റ്റ് കേട്ടോ. ജിയ അവിടുത്തെ ഈ നക്കല്ലേ, ജിയ ഒരു സ്ഥലത്തെ ഇതിമേ സോഫമേ, ജെന അപ്പുറത്തെ സൈഡിൽ, ഞാനവിടെ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെ ബോറടി മാറ്റിക്കിപ്പോൾ ഞാനിപ്പോൾ എന്തെന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതന്നെ എല്ലാം ഇവിടെ നിറഞ്ഞുണ്ട്. ഇതിനെല്ലാം കുറച്ചുകൊണ്ട് എടുത്ത് ഒഴിക്കണം. ഇതുപോലെ നിറഞ്ഞു പോയി. ഇതെന്താ തീരെ നമ്മള് ഐസ്ക്രീം സക്സസ് ആവണം. ചോറ് തിന്ന് കഴിയണം, എന്നാലേ ആവുള്ളൂ. ആ സമയത്തൊക്കെ ആവൂലേ? എല്ലാത്തിനും കുറച്ച് ഞാൻ അങ്ങോട്ട് എടുത്ത് ഓർഡറൊക്കെ പോട്ടെ. നീയും നിന്റെ ഒരു ഓർഡർ സ്കിന്നുകൾ അവിടെ നിക്കട്ടെ. പുറത്ത് പോയൊക്കെ എന്നിട്ടൊന്ന് തുടക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളൊക്കെ തുടച്ച് കണ്ടോ. ഇതൊന്നും ഇങ്ങനെ അടിക്കണുണ്ട്. കാരണം നമ്മള് അടിയൊക്കെ സെറ്റായിട്ട് ഒരേ ഈക്വൽ ആയിട്ട് നിൽക്കാൻ പറ്റും. അടിക്കുന്നുള്ളൂ. കഴിഞ്ഞില്ല. ഇനി ഫൈനൽ റൗണ്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് വി ആർ ഗോയിങ് ടു കീപ് ദിസ് ഇൻ ദ ഫ്രിഡ്ജ്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഗൈസ് ഫ്രിഡ്ജിൽ വെക്കാൻ പോയണേ. പിടിച്ചോട്ടാ. ഫ്രീസറിലാണ്. സോറി, ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. ഫ്രിഡ്ജിലെടുത്ത് സോറി. അങ്ങോട്ട് വാങ്ങിയോ. ഇത് വെക്കണ കാണിക്കൂ ഗൈസ്. എവിടെ വെക്കാം? താഴെ അടിയിലൊക്കെ അവിടെ അപ്പൊ ഇതാ നമ്മുടെ ഇതിനെ അതിന്റെ കൂട്ടിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. ശരിയാവണട്ടോ ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആവോ എന്തോ അതിൽക്കൂട്ട് അതിന്റെ കൂടെ അതിനെ തുറന്ന് കളിക്കല്ലേ.
അപ്പൊ നമുക്ക് റെഡി ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ നമുക്ക് ഇനി അത് റെഡി ആയിട്ട് ഐസ്ക്രീമാണ് എടുത്ത് നോക്ക് ടേസ്റ്റ് ഉണ്ടോ അല്ല ഇതെന്തല്ല എന്റെ പിങ്കാണ് വേണോ നോട്ടെ നോക്കട്ടെ ഇതെന്തല്ല എങ്ങനെ മാംഗോ മാംഗോ പാൽപ്പൊടി പിന്നെ പഞ്ചസാര അപ്പൊ ഗൈസ് നമ്മുടെ മാംഗോ ഐസ്ക്രീം അടിപൊളിയായിട്ട് കേട്ടോ. നമ്മളിത് പിറ്റേസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറുതായിട്ട് പുളിയും ഇതൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളൊരു 8 മണിയാകുമ്പോൾ വെച്ചിട്ട് ഇന്ന് രാവിലെ ഒരു 11:30 ആകുമ്പോഴാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ട് പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാം കറക്റ്റ്. നമ്മളെ ഇനിയും നമ്മളോരോ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കി പിന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ ചാച്ചൻ എടുക്കുമ്പോൾ കോല് മാത്രമായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് മൊത്തം ജ്യൂസായി പോവും. ഓക്കെ, ജെനു ഇപ്പം എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ജെനു ചായ കുടിക്കുകയാണ്, എന്നിട്ടാണ് ജെനു തിന്നാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വാട്ടർ ലെമണേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫുൾ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ടാറ്റ.